യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നെ സഹായിക്കാനും സഹിക്കാനൊന്നും അധികം ആരും ഇല്ലടാ, അതുകൊണ്ടാ. വരാടാ, ഉറപ്പായിട്ടും വരാം. പോട്ടെ, വരാങ്കില്. സജി, ജംഗ്ഷൻ വരെ ഞാനും ഉണ്ട്. 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. ശരി, വാ. ഹലോ ഹലോ സാർ, ചിലങ്കയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ? മൊബൈൽ വിളിച്ച് കിട്ടുന്നില്ല, അതുകൊണ്ടാ. കൊടുക്കാം, ജസ്റ്റ് മിനിറ്റ്. ചിലങ്ക, ഫോൺ നിങ്ങൾക്കാ. ആരാ സാർ? അറിയില്ല, ഹോൾഡിംഗിലാ. ഹലോ, ആരാ? പറ, ആരാ ഇത്? എടാ, നിങ്ങൾ ആരാന്ന്? ഹലോ, ആരാ ചിലങ്കേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല സാർ, കോള് കട്ടായി. ആഹാ, സുശീലേ, മോള് ജോലിക്ക് പോയോ? അവള് ജോലിക്ക് പോയി. വാ, നമുക്ക് അകത്തേക്കിരിക്കാം. വേണ്ട, സുശീലയുടെ ജോലി നടക്കട്ടെ. ഞാൻ വെറുതെ വന്നതാ. കുഞ്ഞുറങ്ങുവാണേ, ആ സമയത്ത് ഈ പണിയൊക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ. അത് നന്നായി. മോൻ വന്നായിരുന്നല്ലേ? ഒന്ന് കാണുന്ന കരുതിയതാ, പക്ഷെ പറ്റിയാണോ? അവൻ വന്ന തിരക്കില് ശാരദയെ പരിചയപ്പെടുത്താൻ ഞാനും മറന്നുപോയി. അത് സാരമില്ല, ഇനിയും വരുമല്ലോ, അപ്പൊ കാണാം. അതെ അതെ, അവരോടനെ വീണ്ടും വരും. എന്റെ മക്കൾക്കേ എന്നെ കാണാതെ അധിക ദിവസമൊന്നും കഴിയാൻ പറ്റില്ല. എനിക്കും അത് തോന്നി. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ആൺമക്കളെ കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാ. അത് ശരിയാ, ആ കാര്യത്തിലേ ഞാൻ ഭാഗ്യവതിയാ. മൂത്തമ്മ പറഞ്ഞയച്ചിട്ട് ഇവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിത്തരാനാ ഇളയ ആള് ഇന്നലെ വന്നത്. ആണോ? ഭാഗ്യവതി. ഓ, എന്ത് ഭാഗ്യം ശാരദേ. ആൺമക്കൾ എത്ര നല്ലതായാലും വന്നു കയറുന്നവളുമാരോടി നന്നാവണം, ശരിയല്ലെങ്കിൽ തീർന്നില്ലേ? അതെ, സുശീലയുടെ മരുമകൾ ഒരു പാവമാണെന്നാ അന്ന് വന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അവക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ശാരദേ. ആർക്ക് കണ്ടാലും പാവമായിട്ടേ തോന്നൂ. പക്ഷെ തനി സ്വരൂപം ഞങ്ങൾക്കല്ലേ അറിയൂ. എന്നെ എന്റെ മോളെ അവക്ക് കണ്ണിന് കണ്ടുകൂടാ. എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുവാ. അങ്ങനെയായി സഹിയിട്ട ഞാൻ ഈ പെണ്ണിനെയും കൊച്ചിനെയും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. അതെന്നെ, അവൾ എന്റെ മകന് പോലും സ്വൈര്യം കൊടുക്കില്ല. ഞാൻ കാരണം എന്റെ മകന്റെ ജീവിതം നശിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ എന്റെ സ്വന്തം വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നത്. സുശീല വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എന്ത് ശരിയാവാൻ?
ഒരു രാജ്ഞിയെ പോലെ കഴിഞ്ഞവരാ ഞാനും എന്റെ മോളും. എന്നിട്ടിപ്പോ വന്നു കിടന്ന് അനുഭവിക്കുന്ന കണ്ടില്ലേ? എല്ലാം വിധി. ഇന്നലെ എന്റെ മോൻ വന്ന് നെഞ്ചു പൊട്ടി എന്നെ തിരിച്ചു വിളിച്ചത്. പക്ഷെ എനിക്ക് പോകാൻ പറ്റുമോ? ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്താ ഇങ്ങനെയെന്ന് അറിയില്ല. അവർക്ക് ഭർത്താവ് മാത്രം മതി. ഭർത്താവിന്റെ അമ്മയും കുടുംബക്കാരും മുഴുവൻ അവർക്ക് ശത്രുക്കളാ. നാളെ അവര് നമ്മുടെ സ്ഥാനത്ത് എത്തുമ്പോ തിരിച്ചറിയും. അന്നേ ഈ ചെയ്യുന്നതിന്റെ ഒക്കെ മനസ്സിലാവും. ഹും. ആ പ്രതീക്ഷയിലാ ഞാനും. നമ്മളെ മരുമക്കളെ സ്വന്തം മക്കളെ കാണും. പക്ഷെ അവർക്കേ നമ്മൾ എന്നും അമ്മായിമാര് മാത്രമാ. പോട്ടെ സുശീലെ, വിഷമിക്കാതെ. സുശീലെ മനസ്സിലാക്കി സ്നേഹിക്കുന്ന മക്കളുണ്ടല്ലോ, അതുപോരെ. ആ ശാരദ ഒത്തേക്ക് വാ. വാതുക്ക വരെ വന്നിട്ട് ഒരു ചായയെങ്കിലും കുടിക്കാതെ എങ്ങനെയാ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പോട്ടെ. അടുക്കളയിലെ കുറെ ജോലികൾ ബാക്കിയുണ്ട്. എങ്കിൽ ശരി. ഇടയ്ക്ക് ആ, വരണം. ശരി ശരി. പിന്നെന്താ, സമയമുള്ളപ്പോ അങ്ങോട്ട് വരണം. ഞാൻ വരാം. ആ സത്യനൊന്ന് ഓഫീസിൽ പോയില്ലേ? പ്രതിഭ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു അവൻ കടയിലും ചെന്നിട്ടില്ല. അവൻ എങ്ങോട്ടെങ്കിലും പോകുന്നോ മറ്റോ നിന്നോട് പറഞ്ഞിരുന്നോ? അതിന് സത്യനിന്ന് എങ്ങും പോയില്ലല്ലോ ഇന്ദ്രേട്ടാ. അവൻ തലവേദനയാണെന്നും പറഞ്ഞ് മുറിയിൽ ഒരേ കിടപ്പാ. തലവേദനയോ? അതെന്ത് പറ്റി? മരുന്ന് വല്ലതും കഴിച്ചോ? ഡോക്ടറെ അടുത്ത് പോകാൻ പറയാറുന്നില്ല നിനക്ക്? എവിടെ അവൻ? ഞാൻ ഇവിടെ ഉണ്ട് ഏട്ടാ. എന്താടാ സത്യ? നോക്കട്ടെ. നിനക്ക് എപ്പോഴും തലവേദന ഉണ്ടോ? ഇല്ല ഏട്ടാ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഓഫീസിലോ ഷോപ്പിലോ വരാൻ പറ്റിയ മൂഡിലായിരുന്നില്ല. അതാ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വിചാരിച്ച. എന്താടാ നിന്റെ പ്രശ്നം? സാധാരണ എന്ത് തലവേദന ഉണ്ടാലും വീട്ടിലിരുന്നാ കൂടുന്നും പറഞ്ഞ് കടലേക്ക് വരുന്നവനാണല്ലോ നീ. ശരിക്കും എന്താ നിന്നെ ബാധിച്ചതെന്ന് ഞങ്ങളോട് തുറന്നു പറ. ഏട്ടനോടും ഏട്ടത്തിയോടും പറയാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ ആരോട് പറയാനാ ഞാൻ? ചീരുവിന്റെ അവസ്ഥ ആലോചിച്ചുള്ള വിഷമം കൊണ്ട ഏട്ടാ. അത് തന്നെയാ എന്റെ മനസ്സിനെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങൾക്കൊക്കെ കാരണം ഞാനാണോന്ന് എനിക്ക് തോന്നുക. എടാ, എന്താടാ നീ പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ചല്ലേ? ആ വിനയൻ ഒരു സംശയരോഗി, അതിന്റെ പ്രശ്നങ്ങളാ നമ്മുടെ ചീരൂപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നീ എന്ത് പഴച്ചു? ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഞാൻ അവളെ സഹായിക്കാൻ തീരുമാനിച്ചതാ. അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ലായിരുന്നു. സത്യ, അവളും കുഞ്ഞും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയല്ലേ നീ അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുത്തത്? അതിലൊരു തെറ്റും ഇല്ലെന്ന് ഞാനും ഏട്ടനും എല്ലാം നിന്നോട് പറഞ്ഞല്ലേ? പിന്നെ നീ എന്തിനാ വീണ്ടും അത് തന്നെ ആലോചിക്കുന്നേ? എന്തെന്നറിയില്ല എടുത്തി, മനസ്സിനെ അങ്ങോട്ട് നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്നില്ല. ചീരു ഇതിന്റെ പേരിൽ ഇപ്പോഴും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുക. ഏയ് സത്യ, വിടടാ. നീ ഇങ്ങനെ വീട്ടിലിരുന്ന ഇതിനപ്പുറവും നിനക്ക് തോന്നും. ഓഫീസിലും ഷോപ്പിലും 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. നാളെ രാവിലെ 6 മണി മുതൽ 48 മണിക്കൂർ പ്രൈവറ്റ് വെഹിക്കിൾ സ്ട്രൈക്കാ. അത് മറന്നോ നീ? അയ്യോ, ആ സ്ട്രൈക്ക് പിൻവലിക്കുന്നാണല്ലോ കേട്ടത്. ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ചർച്ചകളൊക്കെ അപ്പോ പരാജയപ്പെട്ടോ? ആ ചർച്ച പോലും നടന്നില്ലെന്നാ കേട്ടത്. എന്തായാലും നാളെ സ്ട്രൈക്കാണെന്നുള്ള കാര്യം തീരുമാനിച്ചു. നമ്മുടെ 4-5 ട്രിപ്പുകൾ ക്യാൻസലാവും. ട്രിപ്പുകൾ ബുക്ക് ചെയ്ത പാർട്ടികളെ എത്രയും വേഗം വിളിച്ചറിയിക്കണം. അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയാട്ടാ, അതുപോരെ? അത് മതി. പിന്നെ നിനക്ക് വയ്യെങ്കിൽ 2 ദിവസം നീ ഇവിടെ വിശ്രമിച്ചോ. ഓഫീസിലെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പ്രതിഭയെ വിളിച്ച് പറഞ്ഞോളാം. പക്ഷേ 2 ദിവസം കഴിയുമ്പോ നീ പുതിയൊരു സത്യനായിട്ട് ഇറങ്ങി വന്ന് എല്ലാം ചെയ്തോളാന്ന് എന്നോട് പറഞ്ഞേക്കണം, കേട്ടല്ലോ? ശരിയേട്ടാ.